റിവ്യൂ കണ്ടിട്ട് പോസിറ്റീവായിട്ടുള്ള റിവ്യൂ ഒരുപാട് കിട്ടി. അപ്പൊ അതിന്റെ എക്സൈറ്റ്മെന്റിലാണ്. വേറെ ടെൻഷനില്ല. സാബ് പൊളിച്ചടിക്കുന്നൊക്കെയാണ് പറയുന്നത്. പൊളിച്ചടിക്കുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല. ഞാൻ ചെയ്യുന്നത് വളർന്നു വരുന്ന കലാകാരർക്ക് ഇനി മാതൃകയാണ്. ഇനി വാഴാന്ന് വിളിക്കോ? ഇല്ല, വിളിക്കുന്നില്ല. വിളിക്കോ? ആരെയും വിളിക്കോ? ഇനി ആരും വിളിക്കില്ല വാഴാന്ന്. ഇനി വാഴാന്ന് വിളിക്കില്ല. അതുപോലെ തെളിച്ചിരിക്കും. ഗംഭീരം ഗംഭീരം. ഇനി വിളിക്കില്ല. അവരാണ് കണ്ണറിഞ്ഞിട്ടുണ്ടല്ലോ. കണ്ടിട്ട് പറയും 100 കോടിയാന്നൊക്കെ പ്രേക്ഷകർ പറയുന്നുണ്ടല്ലോ. ഭയങ്കര ബോണ്ടിങ് ഉള്ള ഒരു ടീമായിരുന്നു. ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പോൾ എല്ലാവരും കാണാനും കണ്ടിട്ട് എല്ലാവരും പറയും. ഇമോഷണലി ആണ് ഓൾറെഡി നമ്മൾ എൻജോയ് ചെയ്യണം. ഇമോഷണലി ഞാൻ എങ്ങനെ തന്നെ എൻജോയ് ഫോൺ ചോദിക്കണം. കാണുന്ന പടം കണ്ട കണ്ടോ? പടം കണ്ടോ? പടം കണ്ടു. എങ്ങനെയുണ്ടായിരുന്നു? ഞങ്ങളുടെ ചോദിക്കരുത്. ഞങ്ങൾ തന്നെ പറയും. പിന്നെ ഇനി അപ്പുറത്തോളം മുളക്കുഴിയിലുണ്ട്. ഇനി അങ്ങോട്ട് പോകാം. എഴുതി വെച്ചതൊക്കെ തിയേറ്ററിൽ പ്രേക്ഷകരായിട്ടിരുന്ന ഇതിനവിടെ സെക്കൻഡ് പാർട്ട് അതിനകത്ത് അനൗൺസ് ചെയ്തിട്ടുണ്ടല്ലോ ലാസ്റ്റ്. അതുകൊണ്ട് ആരൊക്കെയാണ് നായകൻ? ഇവര് ആശ്രിത ടീമാണോ? ആശ്രിത എന്ന് വിളിക്കോ? അഷറ സെക്കൻഡ് പാർട്ട് അനൗൺസ് ചെയ്തിട്ടുള്ള നായകൻ അഷറാണോ? എല്ലാം ഡയറക്ടർ പറയും. അല്ല അങ്ങനെ മതി മതി. ചെറിയ പ്ലീസ് പ്ലീസ്. പൊന്നാളി അത് ഏത്
പുതിയ കൂട്ടുകെട്ടാണോ ഈ ബിൽഡപ്പ് ചെയ്ത്? നമ്മളെല്ലാരും പണ്ടേ അറിയുന്ന ആൾക്കാരാണ്. അതല്ലേ? നോർമലി നമ്മളെ കണ്ടുള്ള ബോയ്സിന്റെ ലൈഫിലുള്ള പല കാര്യങ്ങളും ഇതിനകത്ത് റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് സീൻസുകളുണ്ട്. ഒരുപാട് നമുക്ക് അച്ഛനായിട്ടൊരു കണക്ഷൻ പോയി പോകും പല സമയത്ത്. ആ ഒരു പ്രായം കൂടുന്ന സമയത്ത് അച്ഛന്മാരോടുള്ളൊരു നീരസം പരിപാടി വരും പല സമയത്തും. അത് ആക്ച്വലി അത് നത്തിങ് ആണ്. സ്നേഹത്തിന്റെ പേരിലുള്ള സംഭവം എന്നുള്ളൊരു മെസ്സേജാണ് കൊടുക്കുന്നത്. അത്രേ ഉള്ളൂ. അച്ഛൻ പടം കണ്ടുകഴിയുമ്പോൾ എല്ലാവർക്കും അച്ഛനെയും ഒന്ന് കാണാൻ തോന്നും, അമ്മേനൊക്കെ ഒന്ന് കാണാൻ തോന്നുന്നതാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് കാണാൻ തോന്നുന്നുണ്ട്. എനിക്ക് മലപ്പുറം വരെ പോണേന്. ആ അതെ അതെ, ഒരു കോമഡി മൂവി അല്ല, കോമഡി പ്ലസ് ഇമോഷൻസ്. അല്ല, ഈ സാഫ് ബോയ് വന്നതിന് ശേഷം ഇൻസ്റ്റാഗ്രാം യൂട്യൂബേഴ്സ് ഒക്കെ സിനിമയിലേക്ക് ഇറങ്ങുകയാണോ? വിമിചേട്ടൻ വിളിച്ചതാണ്. അപ്പൊ പിന്നെ നമുക്ക് പിന്നെ കാരണം ഓൾമോസ്റ്റ് ഒരു വർഷത്തോളം ഇത് അമ്പലനടയിലായിട്ട് ഷൂട്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു വർഷത്തോളമായിട്ട് ഒരുമിച്ചാണ്. ഞങ്ങൾ ഈ കാണുന്ന എല്ലാവരും ഒരുമിച്ചാണ്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്നേക്കാൾ കൂടുതൽ ഇവർ കൂടെ നിന്നിട്ടില്ല. ഇപ്പൊ സിജു സണ്ണി ആണെങ്കിലും ആഷിർ ആണെങ്കിലും താങ്കളാണെങ്കിലും ആ ഒരു ഫീൽഡിൽ നിന്ന് വരികയാണ്. അപ്പൊ ആ ഫീൽഡിലുള്ളവർക്ക് അതൊരു മോട്ടിവേഷൻ അല്ലേ? പിന്നെ കണ്ടന്റ് ക്രിയേഷൻ എവിടെയാണെങ്കിലും അംഗീകരിക്കപ്പെടുന്നുള്ളത്. അത് എന്നോട് പലരും മെസ്സേജ് അയക്കും. കുറെ ഓഡീഷനൊക്കെ പോയി രക്ഷയില്ല, ഒന്നും കിട്ടില്ല, ഒന്ന് ഹെൽപ്പ് ചെയ്യും. ഞാൻ പറയുമ്പോൾ ഇപ്പോഴത്തെ സമയത്ത് ഓഡീഷനേക്കാൾ നല്ലത് നമ്മുടെ സ്കില്ല് നമ്മൾ വീഡിയോ എടുത്ത് സൂപ്പറായിരുന്നു. കണ്ടിട്ട് ഫാമിലി നല്ലായിരുന്നു. നല്ല സിനിമ. ഇമോഷൻസ് ഒക്കെ വർക്കൗട്ട് ആയിരുന്നു. ആ എക്സ്പീരിയൻസ് പൊളി. അടിപൊളി. ആ ഇഷ്ടപ്പെട്ടു. എന്താണ് പറയാനുള്ളത് ബാക്കിയുള്ളവർ? പറയാനുള്ളത് ഞാൻ അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കൂട്ടുകാരൻ്റെ നിൽക്കുന്നുണ്ട് അവിടെ. അങ്ങനെയൊക്കെയാണ്. മൊത്തത്തിൽ അടിപൊളിയാണ്. പാർട്ട് 2 കാണുമായിരിക്കും. കാണുമായിരിക്കും. കാണണം. ആ പ്രതീക്ഷയുണ്ട്. ആഷിർ പൊളി. കോമഡിയാണ്. അങ്ങനെ കുറെ ആളുകൾ ഇപ്പം സോഷ്യൽ മീഡിയയിൽ മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ അടുത്ത് പോയി എന്താ പറയാ, സിനിമയിലൊക്കെ വരാൻ? അല്ല, ഞാനങ്ങനെ പറയുകയല്ല, നമ്മളെ പ്രവർത്തിക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മളെല്ലാവരും വീഡിയോസുകൾ ചെയ്യുക, സിനിമ വരാൻ ആഗ്രഹമുള്ളവരെല്ലാവരും ചെറിയ ചെറിയ റീൽസുകൾ ചെയ്യുക. ഇവിടെ ഒത്തിരിയും ഡയറക്ടർമാരുണ്ട്. അവരൊക്കെ ഞങ്ങളെയൊക്കെ പടം വെച്ച് ചെയ്യും. ഞങ്ങളെ വെച്ച് ചെയ്തു, ആഷിറിനെ വെച്ച്, എല്ലാവരും വെച്ച് ചെയ്യും. അപ്പോൾ അതേ പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു.